തീപ്പുഴയും കടന്നിലണമെങ്കിൽ അങ്ങനെ ഗംഗയെ കണ്ടെത്തി വീട്ടിലേക്ക് എത്തിക്കുന്നുള്ള ഒരു ചടങ്ങാണ്. ഇവിടെ ജയപാലനെ വിളിച്ച് വരുത്തുന്നുണ്ട് നമ്മുടെ വിനീതും കൂടാതെ നിവിനും കൂടി. കാര്യങ്ങൾ അവരെയും കൂടി ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. അങ്ങനെ നാട്ടുകാരുടെ മുന്നിലൂടെ യമുന ഏതാണ്ടൊരു നശിപ്പിക്കപ്പെട്ട ഒരു രീതിയിൽ വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. നാട്ടുകാരൊക്കെ വലിയ കളിയാക്കലോ അപമാനിക്കാലൊക്കെ തുടങ്ങുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയിലും അടിപതറാതെ നമ്മുടെ വിനീതും ഗംഗയും കാവേരിയും നിവിനും നമ്മുടെ ഗംഗയൂട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ശാരദയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വിശാലിനെ തല്ലിച്ചതയ്ക്കുകയാണ് ജയപാലൻ. നീ എന്ത് തോന്നിവാസമാളായി ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരു പെൺകുട്ടിയോട് നീ ഇങ്ങനെ പെരുമാറാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അവളെ വിളിച്ചു, അപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നതാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ശാരദയ്ക്ക് അതിൽ കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പം നിൻ്റെ കയ്യിൽ അതുവരെ ഫോണുണ്ടായി, അപ്പം എന്നെ വിളിച്ച് പറയായിരുന്നില്ലേ എവിടെയാണ് പോകുന്നത്, എന്തിനാ പോകുന്നതെന്ന്, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് തോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാണ് അവൻ വിളിച്ചുകൊണ്ട് പോയത് എന്നുള്ള ആ വലിയ കാര്യം കാവേരിയും മറ്റുള്ളവരും തിരിച്ചറിയുന്നത്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കാവേരി പറയുന്നുണ്ട്, എടോ തൻ്റെ മകൻ എൻ്റെ മകളെ, അതായത് എൻ്റെ പെങ്ങളെ ചതിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നോക്കി. താൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയാണോ സ്വത്തൊക്കെ കൈക്കലാക്കിയത്, തട്ടിയെടുത്തത്, അതേമാതിരി തന്നെ തൻ്റെ മകൻ എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദരിയെ കൊണ്ട് നശിപ്പിക്കാൻ നോക്കി. നാണമില്ലല്ലോടോ തനിക്കും തൻ്റെ കുടുംബങ്ങൾക്കും കുടുംബത്തിലുള്ളവർക്കും എന്ന് ചോദിച്ച് കാവേരി കുറ്റപ്പെടുത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ഒന്നും പറയാൻ കഴിയാതെ ആകെ തല താഴ്ത്തി നിൽക്കാനേ നമ്മുടെ ആർക്ക് ജയപാലന് സാധിക്കുന്നുള്ളൂ. ജയപാലനാകെ നാണം കെട്ട് പോകുന്നുണ്ട്. വിശാലിൻ്റെ അമ്മയാണെങ്കിൽ വിശാലിനെ ന്യായീകരിച്ച് വലിയ രീതിയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും നിവിൻ അതൊക്കെ തല്ലി തകർക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ജയപാലനാണെങ്കിൽ വിശാലിനെ രക്ഷിച്ച് പോകുന്നുണ്ട്. പോലീസ് കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പോലീസൊന്നും വേണ്ട, ഇതൊക്കെ ഞാൻ ഈ ജയപാലന് ശരിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ എൻ്റെ മോനെ നീ എന്തൊരു പൊട്ടത്തരോടെ കാണിച്ചതൊക്കെ എന്ന് ചോദിച്ച് വിശാലിനെ ഉപദേശിക്കുന്ന ജയപാലനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ്